അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ജുഡീഷ്യറിയുടെ അധികാരം അഭിഭാഷകർ എടുത്ത് അണിയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി. അതിരുവിട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മറ്റ് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിലേ പത്രസ്വാതന്ത്ര്യവും ഉണ്ടാകൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകരുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകർ കോടതികളുടെ അധികാരികളല്ല. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഭിഭാഷകർക്കുള്ള താക്കീതായി. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റേതാണ് എന്ന് ഓർമ്മിക്കണം. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമമേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മറ്റു സ്വാതന്ത്ര്യങ്ങളില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ലെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വഞ്ചിയൂർ കോടതിയിലെ ആക്രമണത്തിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. സ്ത്രീകളെ അപമാനിച്ചതിനെതിരെയും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? അരുൺ, നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 5 പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. മറ്റ് 5 പേര് കണ്ടാലറിയുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഇത് 3 പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരിൽ നിന്നും ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 10 അഭിഭാഷകർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ രതിൽ, സുഭാഷ്, അരുൺ P. നായർ, LR രാഹുൽ എന്നീ അഭിഭാഷകർക്കെതിരെയാണ് വ്യക്തിപരമായി കേസെടുത്തിട്ടുള്ളത്. മറ്റ് 5 പേർ കണ്ടാലറിയുന്ന 5 പേരാണ്. ഏതായാലും സ്ത്രീകളെ അപമാനിച്ചതിനെതിരെയും ഇവരുടെ പേരിൽ കേസുണ്ട്. ഈ വിഷയത്തിൽ ഈ 2 പരാതികളും സ്ത്രീകളെ അപമാനിച്ച കേസ് ഒന്ന്, മറ്റൊന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ആണ് മറ്റൊന്ന് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ 3 പരാതികളാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിൽ നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 10 പേർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ ത്വരിതാന്വേഷണത്തിന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ആനക്കൊമ്പ് വീട്ടിൽ സൂക്ഷിച്ചുവെന്ന പരാതിയിലാണ് അന്വേഷണം. വിവരങ്ങൾ സാലി മുഹമ്മദ് നൽകും. സാലി, ഈ ക്വിക്ക് വെരിഫിക്കേഷന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിട്ടുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അരുൺ, നടൻ മോഹൻലാലിനെ കൂടാതെ മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോഹൻലാലിന് ആനക്കൊമ്പ് കൈമാറിയവർ ഉൾപ്പെടെ 4 പേർക്കെതിരെ ത്വരിത പരിശോധന നടത്താനാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഏലൂർ സ്വദേശി പൗലോസ് എന്നയാളാണ് കോടതിയെ സമീപിച്ചത്. 2012 മോഹൻലാലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. ഈ ആനക്കൊമ്പുകൾ വനം വകുപ്പിന് കൈമാറിയെങ്കിലും നിസ്സാര പിഴ ഈടാക്കി വിട്ടുകൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, മോഹൻലാലിനെതിരെ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. മോഹൻലാലിനെതിരെ ഇത്തരത്തിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജി. വനമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഏതായാലും ഈ പരാതിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി വിശദമായ വാദം കോടതി കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഡിസംബർ 15 റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്നും വിജിലൻസ് ജഡ്ജി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന്. പീപ്പിൾ ഇംപാക്ട് ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.74 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ സാഹചര്യത്തിലാണ് വിജിലൻസ് FIR ഇട്ട് കേസെടുത്തത്. സർക്കാരിന് ലാഭമുണ്ടാകുന്ന കുറഞ്ഞ ചെലവിൽ 2 കമ്പനികൾ കരാർ നൽകിയെങ്കിലും ഹരിപ്പാട് MLA കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് തന്റെ അടുപ്പക്കാർക്ക് കരാർ നൽകിയതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇതിലൂടെ കോടികളുടെ നഷ്ടം സർക്കാരിനുണ്ടായി. ഇതേ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ മറവിൽ വ്യാപകമായി അഴിമതി നടന്നു എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും കരാറുകാരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുത്തു. ഈ മൊഴികളെല്ലാം തന്നെ മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ കേസെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും വിജിലൻസ് ചോദ്യം ചെയ്യും. ആശുപത്രിയുടെ മറവിൽ സ്ഥലം ഏറ്റെടുത്തതിലും നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപം തന്നെ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രി പണിതതിന് പിന്നിലും വ്യാപക അഴിമതി നടന്നു എന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കേസുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കും.
മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിയമോപദേശം തേടുകയാണ് വിജിലൻസ് ഇപ്പോൾ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണം സതുദ്ദേശത്തോടെ അല്ല എന്ന് ജി സുധാകരൻ. വ്യാപകമായി അഴിമതി നടന്നു എന്നാണ് തനിക്ക് കിട്ടിയ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും ആ മെഡിക്കൽ കോളേജ് സതുദ്ദേശത്തോടെ കൊണ്ടുവന്നല്ലോ, ഇത് നന്നാക്കണം, അതാണ് ദുരുദ്ദേശമായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. ഗോവയിൽ ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. പ്രതിരോധ മേഖലയിൽ പരസ്പര സഹകരണത്തിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പസമയം മുൻപ് ഗോവയിലെത്തിയ രാഷ്ട്രതലവന്മാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇന്ത്യ നൽകിയത്. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് ചൈനീസ് മുട്ടകൾ എന്ന പേരിൽ വ്യാജ മുട്ടകൾ കണ്ടെത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പ്രാഥമിക നിഗമനം. വെറ്ററിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിലാണ് ഇത് സംബന്ധിച്ച പഠനം നടക്കുന്നത്. പിടിച്ചെടുത്ത മുട്ടകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. എറണാകുളം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മൂവാറ്റുപുഴയിൽ നിന്ന് പിടിച്ചെടുത്ത 24 മുട്ടകളാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിൽ പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ എത്തിച്ച മുട്ടകൾ മുഴുവൻ യഥാർത്ഥമാണെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിച്ചേരുന്നത്. സർവകലാശാല ക്യാമ്പസിൽ ഉൽപ്പാദിപ്പിച്ച മുട്ടകളുമായി ഇവയുടെ താരതമ്യ പഠനമാണ് നടക്കുന്നത്. ഇതുവരെയുള്ള പരിശോധന പ്രകാരം പിടിച്ചെടുത്ത മുട്ടകളിൽ ഭൗതിക രാസവ്യത്യാസങ്ങൾ കണ്ടെത്താനായില്ല. എത്തിച്ച മുട്ടകളിൽ ഏറിയ പങ്കും കാലപ്പഴക്കം ചെന്നവയാണെന്ന് സംശയമുണ്ട്. മഞ്ഞക്കരുവിന് കട്ടികൂടുന്നത് കാലപ്പഴക്കം മൂലമാകാം എന്നാണ് സൂചന. മുട്ടക്കോഴിയുടെ ഭക്ഷണക്രമവും മുട്ടയുടെ സ്വഭാവത്തിൽ നേരിയ മാറ്റം വരുത്തിയേക്കാമെന്നും അഭിപ്രായമുണ്ട്. വ്യാജമെന്നാരോപിച്ച് പിടിച്ചെടുത്ത മുട്ടയുടെ പുറന്തോട് കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഗുണഗണങ്ങൾ കാണിക്കുമെന്നായിരുന്നു പ്രചരണം. പുറന്തോടിൽ കൃത്രിമമുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനകൾ നടന്നുവരികയാണ്. ഉയർന്ന ഊഷ്മാവിൽ മുട്ടകൾ സൂക്ഷിക്കുമ്പോൾ തോടിന് കട്ടികൂടാമെന്ന വിദഗ്ധാഭിപ്രായമുണ്ട്. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അന്തിമ റിപ്പോർട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറും. ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് സംശയത്തിന്റെ പേരിൽ പിടിച്ചെടുത്ത മുട്ടകളും അടുത്ത ദിവസം പരിശോധനയ്ക്ക് എത്തിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോളാർ അഴിമതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പൊതുതാൽപര്യ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. സരിത ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ പണം നൽകിയെന്ന് സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഹർജിയിലെ ആവശ്യം. സമാന കേസിലെ ഹൈക്കോടതി തീരുമാനം അറിയിക്കാനും പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതിലോല മേഖലയാണ് എന്ന് കാട്ടിയുള്ള ഹൈക്കോടതിയിലെ സർക്കാർ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുകയാണ്. ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, ഇതുവരെ എങ്ങനെ പുരോഗമിച്ചു ഹർത്താൽ? ജില്ലയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോട് ജനങ്ങൾ സമ്മിശ്രമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു. ചെറിയ വാഹനങ്ങൾ, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ സജീവമായി തന്നെ നിരത്തിലുണ്ട്. സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ജില്ലയിൽ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. മാർക്കറ്റുകളും മറ്റും സജീവമായി തന്നെ തുടരുന്നു. KSRTC ജില്ലയ്ക്ക് വെളിയിലേക്കുള്ള എല്ലാ സർവീസുകളും സാധാരണ എന്ന പോലെ തന്നെ നടക്കുന്നു. എറണാകുളത്ത് നിന്നും തൊടുപുഴ വഴിയും ഇടുക്കി വഴിയും കട്ടപ്പന വഴിയുമുള്ള എല്ലാ സർവീസുകളും KSRTC സാധാരണഗതിയിൽ തന്നെ നടക്കുന്നു. എന്നാൽ നഗരപ്രദേശങ്ങളിലെ കടയും മറ്റും അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ചില ക്യാന്റീനുകൾ ഒഴിച്ചാൽ ഭക്ഷണ സാധനങ്ങൾക്ക് യാത്രക്കാർക്കും ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. സംഘർഷ മേഖല ഉണ്ടാകും. സംഘർഷ ബാധ്യത ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ പിക്കറ്റിംഗിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും KSRTC സർവീസുകളടക്കം സാധാരണഗതിയിലേക്ക് ജനജീവിതം പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. 11 മണിയോട് കൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ UDF പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗങ്ങളും ചേർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് UDFന്റെ ഭാഗമല്ലാതിരുന്നിട്ടും മലയോര കർഷക പാർട്ടി എന്ന പേരിലറിയപ്പെടുന്ന കേരള കോൺഗ്രസ് M ഈ ഹർത്താലിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ അവർ യാതൊരു തരത്തിലും UDFന്റെ ഭാഗമായി നിന്ന് പ്രതിഷേധ യോഗങ്ങളിലോ ഒറ്റയ്ക്കോ ഒരു പ്രതിഷേധ യോഗം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും മലയോര മേഖലയിലെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കാത്ത തരത്തിൽ ഈ ഹർത്താൽ മുമ്പോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് മലയോര കർഷക സംഘടനകളിലെല്ലാം തന്നെ കൈയൊഴിഞ്ഞ ഒരു സ്ഥിതി തന്നെ ഹർത്താലിനുണ്ട്. ഇൻഫാം ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായ നിലപാടുമായിരുന്നു കഴിഞ്ഞ ദിവസം ഹർത്താലിനെതിരെ രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പ് വരെ അവർ ഇറക്കുകയുണ്ടായി. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കി ഒരു വലിയ ഭീതി പരത്താനുള്ള രാഷ്ട്രീയ
ശ്രമം നടക്കുന്നു എന്നായിരുന്നു ഇൻഫോം ആരോപിച്ചിരുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതിലോല പ്രദേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 123 വില്ലേജുകൾ പരിസ്ഥിതിലോല പ്രദേശത്തേക്ക് ആക്കിയ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മിണ്ടാതിരുന്നവർ രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് ഇത്തരം ഹർത്താലുകളുമായി മുൻപോട്ട് പോകുന്നത് എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണ് കർഷകർക്കിടയിൽ നിന്നും ഉയർന്നത്. എന്തായാലും മലയോര മേഖലയെ സ്തംഭിപ്പിക്കും വിധം ഒരു ഹർത്താൽ ആയി മാറിയില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള ഹർത്താലിന്റെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കിയിൽ നിന്ന്. 46ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ ഇന്ന് മുഖ്യമന്ത്രി വിതരണം ചെയ്യും. പുരസ്കാര വിതരണത്തോടനുബന്ധിച്ച് സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന കലാവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടെ പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയാണ് അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് തിരുവനന്തപുരം സമുദ്രയും ഫിറോസ് ഖാനും സംഘവും ചേർന്നൊരുക്കുന്ന സംഗീത നൃത്തശില്പം വേദിയിലെത്തും. ലോക സംഗീതത്തിന്റെ നാൾവഴി വീഴ്ചോതുന്ന ഹെവൻ ടു എർത്ത് രമേശ് നാരായണനും പ്രമോദ് പയ്യന്നൂരും ചേർന്നാണ് ആവിഷ്കരിച്ചത്. രമേശ് നാരായണൻ സാറ് ഈ മ്യൂസിക്കിനെയൊക്കെ നമ്മുടെ ലോക ചലച്ചിത്ര വേദിയിലെ ബാക്ക് മ്യൂസിക്കിൽ നിന്ന് തുടങ്ങി ബിഥോവനെ പോലുള്ള ഗ്രേറ്റ് മ്യൂസീഷ്യന്മാരിൽ നിന്ന് തുടങ്ങി പിന്നെ സൈഗാളിലേക്ക് വന്ന് ത്യാഗരാജ ഭാഗവതരിലേക്ക് വന്ന് പിന്നെ സ്വാതി തിരുനാളിലേക്ക് വന്ന് പിന്നീട് നമ്മുടെ മലയാളത്തിൻ്റെ ഗാന സംസ്കൃതിയിലേക്ക് വരുന്നതിൻ്റെ ഇവല്യൂഷനാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് വളരെ മനോഹരമായിട്ട് സമുദ്രയിലെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഫിറോസ് ഖാന്റെ നേതൃത്വത്തിലുള്ള നൃത്തസംഘവും ഒക്കെ ഒത്തുചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KG ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങും. മലയാള സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയും ആദരം ഏറ്റുവാങ്ങും. ദുൽഖർ സൽമാൻ, പാർവതി എന്നിവരടക്കം 48 പേരാണ് അവാർഡ് ഏറ്റുവാങ്ങുക. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന നൃത്ത സംഗീത പരിപാടിയും കോമഡി ഷോയും അവാർഡ് വിതരണത്തിന് ശേഷം വേദിയിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുഞ്ചകൃഷിക്കായി നിലം തയ്യാറാക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ. കൃഷിക്ക് ആവശ്യമായ വളത്തിനുള്ള സബ്സിഡി മാത്രമാണ് സർക്കാരിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന സഹായം. ഇത്തവണ പുതിയ സർക്കാർ കൂടുതൽ തുക പുഞ്ചകൃഷിക്കായി അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കുട്ടനാടിലെ പാടങ്ങളിൽ വർഷത്തിൽ 2 തവണ വിത്തിറക്കി കൊയ്തെടുക്കുമ്പോൾ അപ്പർ കുട്ടനാട്ടിൽ വർഷത്തിൽ 1 തവണ മാത്രമാണ് കൃഷി ഇറക്കുക പതിവ്. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. മോട്ടോറുകൾ ഉപയോഗിച്ച് പാടത്തെ വെള്ളം വറ്റിച്ചാണ് നിലം ഉണക്കുന്നത്. തുടർന്നാണ് കൃഷി ഇറക്കുന്നതും. പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് മോട്ടോർ ഉപയോഗിക്കാൻ വൈദ്യുതിയും വിത്തിറക്കുന്നതിനുമൊക്കെയായി സർക്കാർ സബ്സിഡി കൃഷിക്കാർക്ക് നൽകാറുണ്ട്. എന്നാൽ 2014 മുതലുള്ള സബ്സിഡി ഇപ്പോഴും പൂർണ്ണമായും വിതരണം ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യണമെങ്കിൽ ഒരു 30,000-ൽ കൂടുതൽ പൈസ ചെലവാകും. സർക്കാർ കൊടുക്കുന്ന ഹാൻഡിലിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ നെല്ല് എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ 12 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ 12 വർഷമായിട്ടും ആ 12 തന്നെ നിൽക്കുക, കൂട്ടുകയല്ലാതെ ഒന്നും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സർക്കാർ നെല്ലുവില കൂട്ടി തന്നില്ലെങ്കിൽ കൃഷിക്കാരാകപ്പാടെ പൊട്ടി പാളിശാവും, കെട്ടുതാലി വരെ പറിച്ച് പണയം വെച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. കർഷകരിൽ നിന്നും പാടശേഖര സമിതി പണം പിരിച്ച് കുടിശ്ശിക തീർത്തു നൽകിയാൽ മാത്രമേ പുഞ്ചകൃഷിയിലെ വെള്ളം വറ്റിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉദ്യോഗസ്ഥർ നൽകുകയുള്ളൂ. അപ്പർ കുട്ടനാടിന് പുറമെ സംസ്ഥാനത്താകെയുള്ള പാടശേഖരങ്ങളിലും സബ്സിഡി കുടിശ്ശിക തീർത്തു നൽകിയിട്ടില്ല. പുഞ്ചകൃഷി മികച്ചതാക്കാൻ ആവശ്യമായ സർക്കാർ സഹായത്തിനായി കാത്തിരിക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുസ്ലിം ലീഗ് അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോഴിക്കോട് ചേരും. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും ഏക സിവിൽ കോഡ് വിഷയവും യോഗം ചർച്ച ചെയ്യും. നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലും ലീഗിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് എടുക്കാത്തതും ലീഗിൽ അതൃപ്തിയുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം യോഗത്തിൽ ചർച്ച ചെയ്യും. കേരള സാഹിത്യ അക്കാദമിക്ക് ഇന്ന് 60 വയസ്സ് തികയുന്നു. 1956 ഒക്ടോബർ 15-നാണ് സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷികാഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരള പിറവിക്ക് 15 ദിവസം മുമ്പാണ് സാഹിത്യ അക്കാദമിയുടെ പിറവി. 1956 ആഗസ്റ്റ് 15-ന് തിരുക്കൊച്ചി സർക്കാരാണ് സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. 56 ഒക്ടോബർ 15-ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞു. സർദാർ KM പണിക്കരായിരുന്നു ആദ്യ പ്രസിഡന്റ്. 1958-ലാണ് അക്കാദമി തൃശൂരിലേക്ക് മാറ്റിയത്. 60ാം പിറന്നാളിൽ 1 വർഷം നീളുന്ന വിവിധ പരിപാടികൾ അക്കാദമി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാംസ്കാരികമായിട്ടുള്ള ഒരു കേരളത്തിന്റെ അടിത്തറ എന്താണ്,
ഈ ഒരു ആശയത്തിലേക്ക് നമ്മളെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിസ്ഥാന തലങ്ങളിൽ, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ അക്കാഡമി പ്രവർത്തിക്കും. 60 വയസ്സ് തികയുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിന് ₹1 വാടകയ്ക്കാണ് അക്കാദമി പ്രവർത്തിക്കുന്നത്. ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ ഭരണസമിതി. 1 വർഷം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷിക ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന ആക്ഷേപം. ഒഴിവുള്ള 206-ൽ 103 തസ്തികകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ നിർദ്ദേശം മറികടന്ന് ഒഴിവുകൾ മറച്ചുവെക്കുന്നതിനെതിരെ റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് PSCക്ക് വിട്ട സർവകലാശാല അസിസ്റ്റന്റ് നിയമനമാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്നത്. കാർഷിക സർവകലാശാലയിൽ ആകെയുള്ള 336 തസ്തികകളിൽ 206 ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ അധികൃതർ PSCക്ക് റിപ്പോർട്ട് ചെയ്തതാകട്ടെ വെറും 103 എണ്ണവും. പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സർക്കാർ നിർദ്ദേശം അവഗണിച്ച സർവകലാശാല മറച്ചുവെച്ചത് 103 ഒഴിവുകൾ. ഇതോടെയാണ് റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒട്ടനവധി താൽക്കാലിക ജീവനക്കാർ സമാന തസ്തികകളിൽ നിയമനം നേടിയെന്നാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ആക്ഷേപം. അർഹരായ ഞങ്ങളെ യൂണിവേഴ്സിറ്റി ലിസ്റ്റിലുള്ള ആളുകളെ പുറത്തു നിർത്തിയിട്ട് ഈ അർഹതയില്ലാത്ത ആളുകളെ ഒരു പരീക്ഷയും എഴുതാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഉള്ളിൽ നിന്ന് സർക്കാർ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികക്കാർ. പരാതിയുമായി എത്തിയ റാങ്ക് ഹോൾഡേഴ്സിന് തൃപ്തികരമായ മറുപടികൾ നൽകാൻ സർവകലാശാല അധികൃതർ തയ്യാറായില്ല. നിയമനങ്ങൾക്കുള്ള ഫണ്ടില്ല എന്നതാണ് വിശദീകരണം. സമരം ഫലം കണ്ടില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുനലൂർ ചെങ്കോട്ട റെയിൽപാത പൈതൃക പാതയായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി 13 കണ്ണറ പാലത്തിന്റെ തൂണുകൾ പൂർവ്വസ്ഥിതിയിലെത്തിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. മൈസൂരിലെ കൃഷ്ണഗിരിയിൽ നിന്നാണ് ഇതിനുള്ള പാറയിൽ തീർത്ത സ്ലാബുകൾ എത്തിച്ച് പാകുന്നത്. 3 കോടിയാണ് പാലത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാൻ റെയിൽവേ ചെലവിടുന്നത്. കണ്ണറപ്പാലത്തിന് 13 കമാനങ്ങളുണ്ട്. ഇവ കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ പ്രത്യേകതകളാണ്. 102 മീറ്റർ നീളവും 5 മീറ്റർ പൊക്കവുമുള്ള 13 കണ്ണറപ്പാലത്തിന് 115 വർഷം കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഗേജ് മാറ്റത്തിനു വേണ്ടി 6 കോടി രൂപ ചെലവിലാണ് പാലം ബലപ്പെടുത്തി വീതി കൂട്ടുന്നത്. എന്നാൽ പൈതൃക പാതയായി നിലനിർത്തുമെന്ന വാഗ്ദാനം പാലിക്കാൻ 13 കണ്ണറപ്പാലത്തെ പഴയ പ്രൗഢിയിലെത്തിക്കാൻ റെയിൽവേ 3 കോടി രൂപയാണ് അധികമായി ചെലവിടുന്നത്. ഏതാണ്ട് 3 കോടി പരം രൂപ ഇതിന് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ കല്ല് പതിച്ചതിന് ശേഷം പെയിന്റിംഗ് കൂടെ നടത്തി കഴിയുമ്പോൾ പഴയ രീതിയിലുള്ള മനോഹാരിത അത്രയും നല്ല രീതിയിൽ കിട്ടത്തില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ അതിൻ്റെ ആ തനിമയുടെ മാതൃക നിലനിർത്തുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മൈസൂരിലെ കൃഷ്ണഗിരിയിൽ നിന്നാണ് കോൺക്രീറ്റ് തൂണുകളിൽ ഒട്ടിക്കാനുള്ള പാറയിൽ തീർത്ത സ്ലാബുകൾ എത്തിച്ചത്. പാറ സ്ലാബുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ബലപ്പെടുത്തി സ്ഥാപിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സുർക്കി മിശ്രിതത്തിൽ കരിങ്കല്ലുകൊണ്ട് തീർത്ത തൂണുകളാണെന്നേ ഒറ്റനോട്ടത്തിൽ തോന്നും. കൊടുംബനത്തിലൂടെ 7 തുരങ്കങ്ങൾ കടന്നാണ് പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് തീവണ്ടി കടന്നുപോകുന്നത്. പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരുടെ വലിയ ആവശ്യമായിരുന്നു ഈ പാത പുനർനിർമ്മിക്കുമ്പോൾ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുമ്പോൾ ഇതിന്റെ പൈതൃക സ്വഭാവം ഒട്ടും ചോരരുതെന്ന്. റെയിൽവേ അതിന്റെ പണിപ്പുരയിലാണ്. എന്തായാലും പ്രതീക്ഷിച്ച സമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 2018 ഒരുപക്ഷെ ഇതിലൂടെ ബ്രോഡ് ഗേജ് ട്രെയിൻ കൂകിപ്പായുന്നത്. തെന്മലയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.